പെരിയാർ കടുവാ സങ്കേതത്തിലെ പെൺകടുവയായ മംഗളയെ തൃശൂർ പുത്തൂർ സൂവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രി 9 പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും പ്രത്യേകം ക്രമീകരിച്ച കൂട്ടിനുള്ളിലാക്കി വാഹനത്തിലാണ് കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോയത്. മംഗളയ്ക്കൊപ്പം 6 വർഷമായി പരിചരിക്കുന്ന പ്രൊട്ടക്ഷൻ വാച്ചറായ റോയ് എബ്രഹാമിനെ പാർക്കിലെ പുതിയ സാഹചര്യങ്ങളുമായി കടുവ ഇണക്കുന്നതിനായി നിയമിച്ചു. പുത്തൂരിലെ സേവന കാലയളവിൽ റോയുടെ വേതനം വനംവകുപ്പ് പെരിയാർ ഡിവിഷൻ നൽകും. റോയുടെ താമസ സൗകര്യം സൂവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ഏർപ്പാടാക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. തിമിരം ബാധിച്ച് കാഷ്ടപ്രശസ്തരായ അവസ്ഥയിൽ ലഭിച്ച മംഗളയ്ക്ക് വിദേശത്ത് നിന്ന് മരുന്നെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. എന്നാൽ കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസ്ഥ ഒരുക്കും തരത്തിൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി ലഭിച്ചിട്ടില്ലാത്തതിനാലും സ്വതസിദ്ധമായി ഇടപെടിക്കാനുള്ള ശേഷി ആർജിക്കാത്തതിലുമാണ് മംഗളയെ പുത്തൂരിലേക്ക് മാറ്റിയത്. ഇതിനിടെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊക്കരയിലെ ഫോറസ്റ്റ് ഓഫീസിൽ സംരക്ഷണം നൽകി. പ്രത്യേകം രൂപപ്പെടുത്തിയ കൂട്ടുകളിൽ വിശാലമായ സ്ഥലത്ത് കമ്പിവേലി കെട്ടിത്തിരിച്ച് ആവാസ വ്യവസ്ഥയൊരുക്കി. എന്നാൽ 5 വയസ്സ് പിന്നിടുമ്പോഴും ഇരപിടിക്കാൻ അറിയാത്തതിനാൽ മംഗളയ്ക്ക് വനംവകുപ്പിന്റെ കൂട് തന്നെയായിരുന്നു ആശ്രയം. ഇതോടെ കടുവയ്ക്ക് തന്നെ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ പുത്തൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പെരിയാർ കടുവാ സങ്കേതത്തിലെ അധികൃതർ 1 വർഷം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. കണ്ണുകളുടെ കാഴ്ചപ്രശസ്തരായ കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് മാറ്റാൻ ഇക്കഴിഞ്ഞ മാർച്ച് 7 ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജെ കൃഷ്ണ ഉത്തരവിറക്കിയത്. പെരിയാർ കടുവാ സങ്കേതത്തിലെ പുരാതന മംഗളാദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും 2020 നവംബർ 21 2 മാസം പ്രായമുള്ള പെൺകടുവാ കുഞ്ഞിനെയും വനംവകുപ്പ് വാച്ചർമാർക്ക് ലഭിച്ചത്. ഇടുക്കി വിഷൻ കുമളി.